എന്നിട്ടോ 1998 സെപ്റ്റംബറിൽ അള്ളാഹ് എല്ലാ രാത്രിയും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയും 1-ാം ആകാശത്തിൽ ഇറങ്ങി വരും. അപ്പൊ ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, അല്ല പക്ഷേ അള്ളാഹ് 1-ാം ആകാശത്തിലേക്ക് എല്ലാ രാത്രി ഇറങ്ങി വരികയാണെങ്കിൽ അമേരിക്കയിൽ രാത്രിയാകുമ്പോൾ അള്ളാഹ് ഇറങ്ങി, അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ. അപ്പോഴായി മാറ്റ ആലോചിക്കുന്നത് ഞാൻ മുജാഹിദായി കുടിക്കല്ലോ. കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെ രാത്രിയും പകലും. ഇവിടെ രാത്രിയോ വേറെ സ്ഥലത്ത് പകലി, വേറെ സ്ഥലത്ത് രാത്രി ഇവിടെ പകലി. അന്ന് എല്ലാ രാത്രിയും ആകാശത്തൊന്നും ഇറങ്ങിയൊരു എന്ന് പറഞ്ഞാലോ അന്ന് എല്ലാ മിനിറ്റിലും ഇറങ്ങണോ? പിന്നെ കാര്യം ഉണ്ടാവില്ല. അന്ന് ഇങ്ങനൊക്കെ ഇറങ്ങിയ തൊട്ടിലല്ലേ അല്ല, ഇങ്ങനെ ചുറ്റിയല്ലേ അല്ല. നിങ്ങൾക്ക് എന്താ അല്ല എന്തിനു എന്തിനാ? നേരത്തെ പൂഴിയിരിക്കും പോലെ ഇറങ്ങുന്നായിരുന്നു, ഇപ്പൊ തൊട്ടില് പോലെ. എന്താ മുജാഹിദീങ്ങൾ ചെയ്ത തെറ്റ്? അല്ലാഹു എന്ന് പറഞ്ഞു എതിർക്കാൻ മൂപ്പർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം എന്താ? അതെങ്ങനെ മുജാഹിദേ? ഇവിടെ രാത്രി ഉണ്ടാവുമ്പോ വേറെ സ്ഥലത്ത് പകൽ, അവിടെ രാത്രിയാകുമ്പോ ഇവിടെ പകൽ. ഈ രാത്രി എന്ന് പറഞ്ഞാൽ പാതിരാത്രി എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാ സ്ഥലത്തും ഇല്ലേ. അപ്പൊ അള്ളാഹ് ഇറങ്ങിയാൽ കയറാൻ കഴിയുമെന്ന്. അതാ ഞാൻ പറഞ്ഞത്. മുസ്ലിംമാര് ഇങ്ങനെ ഓല മനസ്സ് വെച്ചിട്ടാ ആലോചിക്കുന്നത്. എങ്ങനെ? അള്ളാന്റെ സമയം തന്നെ നമ്മള് 12 മണി 1 മണി എന്നൊക്കെ പറയുന്നതാണ് അള്ളാന്റെ സമയം എന്നേ മുസ്ലിംമാര് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇത് അള്ളാന്റെ സമയമാണ്. നമ്മളെ സമയവുമായി അതിന് ബന്ധമുണ്ടോ? ഇല്ല. എനിക്ക് വേണ്ട, പോട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഇവിടെ ഗൾഫിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പലപ്പോഴും ടിക്കറ്റ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാറുണ്ട്. ട്രെയിനിന് ചിലപ്പോൾ വടകരയിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ, ഇപ്പോ നമ്മൾ മലബാർ എക്സ്പ്രസിനാ ടിക്കറ്റ് എടുക്കണമെങ്കിൽ മലബാർ എക്സ്പ്രസ് എത്ര മണിക്കാണ് വടകര എത്തുക? അതിൽ ടൈം ഉണ്ടാവും 22 മണി. അപ്പൊ ഒരു ആള് ചോദിച്ചു വിചാരിക്കും, ഒരു പ്രായമുള്ള ഒരാള്, അല്ല കുട്ടി നീ എപ്പോഴാ പോണത്? അത് 22 മണിക്കാണ് ട്രെയിന് എന്ന് പറഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ 22 മണിയോ മൂപ്പർക്ക് അറിയില്ല. ഈ 24 മണിക്കൂർ ഫോർമാറ്റിൽ ടൈം പറയുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു 22 മണിയുണ്ടോ എന്ന് മൂപ്പര് ചോദിക്കും. മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതേപോലെ അള്ളാന്റെ സമയം ഇവർക്ക് അറിയില്ല. ഈ 24 മണിക്കൂർ എവിടെയാ ബാധകം? ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടോ? ഭൂമിയിൽ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടോ? ഇല്ല. ധ്രുവപ്രദേശങ്ങളിൽ 24 മണിക്കൂറുണ്ടോ? ഉണ്ടോ? ഇവിടെ ധ്രുവപ്രദേശത്തുള്ള ഒരാള് കേരളത്തിൽ വന്നിട്ട് പെട്ടെന്ന് മൂപ്പർക്ക് കാലാവസ്ഥ പറ്റാത്തതുകൊണ്ട് പനിച്ചു എന്ന് വിചാരിക്കും. പനിച്ചപ്പോ ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ എഴുതി 1 വീതം 3 നേരം കഴിക്കുക എന്ന് എഴുതി ഇയാളെടുത്ത് കൊടുത്തിട്ട് അയാള് ധ്രുവപ്രദേശത്ത് തിരിച്ചു ചെന്നാൽ ഇയാൾ ഗുളിക ഇപ്പറഞ്ഞ പോലെ സമയം നോക്കി കഴിക്കുകയാണെങ്കിൽ 6 മാസം കഴിയും ഒരു ഗുളിക കഴിച്ചു തീരാൻ, 3 ഗുളിക കഴിച്ചു തീരാൻ. കാരണം എന്താ? 6 മാസം പകലും 6 മാസം രാത്രിയാണ്. അവിടെ 24 മണിക്കൂർ വെച്ച് ടൈം പറയാൻ പറ്റൂല. അപ്പം മനുഷ്യർക്ക് പോലും ബാധകമല്ലാത്ത ഒരു സമയം അത് വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇവർ വിലയിരുത്തുന്നത്. പിന്നെന്താ മുജാഹിദുകൾ പറയാനുള്ള കാരണം? അത് ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച കാര്യമാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും. യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് ഇറങ്ങും. പല രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. രാത്രിയുടെ 1/3 സമയം ബാക്കിയുണ്ടാകുമ്പോ അള്ളാഹ് ഇറങ്ങും എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. അത് മുജാഹിദുകൾ പറയുന്നു. അപ്പൊ മുജാഹിദുകളെ പറ്റി ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരുടെ അഭിപ്രായം എന്താ? മുഅ്തസിലിയാക്കളെ വാദാണ്. ഇതേതാ കിതാബ് എന്നറിയോ? അശ്ശരീഅ എന്ന കിതാബാണ്. ഈ കിതാബ് എഴുതിയ പണ്ഡിതൻ ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ അബ്ദുല്ലാഹിൽ ആജിരി. ഇമാം ആജിരിയുടെ കിതാബാണ്. അദ്ദേഹം എപ്പോഴാണ് മരണപ്പെടുന്നത്? ഹിജ്റ 360 മരണപ്പെടുന്നത്. ഹിജ്റ 360 മരണപ്പെട്ട ഇമാം ആജിരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ അശ്ശരീഅ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അൽ ഈമാനു വത്തസ്ദീഖു ബിഅന്നല്ലാഹ അസ്സ വജല്ല യൻസിലു ഇലാ സമാഇ ദുനിയാ കുല്ല ലൈലത്തിൻ. ഈമാൻ വേണം, വിശ്വസിക്കണം, സത്യപ്പെടുത്തണം. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് വിശ്വസിക്കണം, സത്യപ്പെടുത്തണം. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ ഇതുണ്ടാകണം എന്ന് ആര് പറയണത്? ഇമാം ആജിരി പറയണം. എന്നിട്ട് അതിന്റെ ഹദീസ് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാൻ, അൽ ഈമാനു ബിഹാദാ വാജിബുൻ, ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വലാ യസഉൽ മുസ്ലിമൽ ആഖില അൻ യഖൂല, ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനും ചോദിക്കാൻ പാടില്ല. എന്ത്? കൈഫ യൻസിലു, എങ്ങനെയാ വഹാബി അള്ളാഹ് ഇറങ്ങുക, അള്ളാഹ് എങ്ങനെയാ ഇറങ്ങുക എന്ന് ഒരു മുസ്ലിമിനും ചോദിക്കാൻ
ചോദിക്കാൻ പാടില്ല. അപ്പൊ ചോദിക്കുന്ന ആൾ ആരല്ല? മുസ്ലിം അല്ലാണ്, ഞാനല്ല, ഇമാം ആജിരി പറയുന്നത് അല്ലേ. ഒരു മുസ്ലിമും ചോദിക്കാൻ പാടില്ല. വലാ യുറദ്ദിദു ഹാദാ ഇല്ലൽ മുഅ്തസില. മുഅ്തസിലിയാക്കളല്ലാതെ ഈ വിശ്വാസത്തെ എതിർത്തിട്ടില്ല. ആരാ മുഅ്തസിലിയാക്കള്? മുജാഹിദുകൾ മുഅ്തസിലിയാക്കളായി. എന്തുകൊണ്ട്? അള്ളാഹ് ഇറങ്ങൂന്ന് പറഞ്ഞത് കൊണ്ട്. മുസ്ലിയാരെ ഭാഗമല്ലേ ഇവിടെ പറഞ്ഞത്? മുസ്ലിയാരെ ന്യായല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ വകയായല്ല. ഹിജ്റ 360 മരണപ്പെട്ട ഇമാം ആജിറി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹു ഇറങ്ങും എന്ന് വിശ്വസിക്കൽ നിർബന്ധം. അത് എങ്ങനെ എന്ന് ഒരു മുസ്ലിം ചോദിക്കാൻ പാടില്ല. അള്ളാഹ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങുമെന്ന് വിശ്വസിച്ചോളുക. പിന്നെയോ അതിനെ എതിർത്തത് ആര് മാത്രം? മുഅ്തസിലിയാക്കൾ. എന്നിട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, എന്താ ഫീമാ ദക്കർതുഹു കിഫായ ലിമൻ അഖദ ബിസ്സുനൻ. ഞാൻ ഈ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ മതി തെളിവായിട്ട്. അത് സ്വീകരിക്കാൻ തയ്യാറായാൽ അയാൾക്ക് ഇത് തന്നെ മതി ധാരാളം. ഫലം യുആരിൽഹ. പിന്നെ അതിനെ സുന്നത്തിന് അംഗീകരിക്കുന്ന ഒരാൾ എതിർക്കൂല. എങ്ങനെ? കൈഫ, എങ്ങനെയാ അള്ളാഹ് ഇറങ്ങല്? ലീമ, എന്തിനാ അള്ളാഹ് ഇറങ്ങുന്നത് എന്നൊക്കെ ഒരാളും പിന്നെ ചോദിക്കുകയില്ല. അവൻ എന്ത് ചെയ്യും? അവൻ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റും. വലം യബ്തദി, ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല? വിദ്യാർത്ഥിന്റെ പിന്നാലെ പോകൂല. ആരാ പുത്തൻവാദി? അള്ളാഹ് ഇറങ്ങുമെന്ന് പറയുന്നവരാണോ? അല്ല, അള്ളാഹ് ഇറങ്ങൂലാന്ന് പറയുന്നവരാണ്. അള്ളാഹ് ഇറങ്ങും എന്ന് പറയുന്നതിന്റെ പേരിൽ മുജാഹിദുകള് മുഅ്തസിലികളായി പോയി എന്നാണ് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞൊരാരോപണം. അതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി ഞാൻ പറഞ്ഞു. ഇനി വേറെ കേൾക്കണം നിങ്ങൾക്ക്. വേറൊരു പണ്ഡിതൻ, ആളുകൾക്ക് കേട്ടു മാത്രമല്ല പറഞ്ഞും പരിചയമുള്ള ഒരു പണ്ഡിതനെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആരാ പണ്ഡിതൻ? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്താ മുപ്പരഭിപ്രായം അള്ളാഹ് ഇറങ്ങുന്നതിനെ പറ്റി? തന്റെ അൽ ദുനിയ എന്ന കിതാബിൽ ഞാൻ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം ഈ പേര്. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ഓർമ്മിക്കാമല്ലോ. അദ്ദേഹത്തിന്റെ ദുനിയ എന്ന കിതാബ് പണ്ഡിതന്മാരോട് ചോദിക്കണം ഉണ്ടോ എന്ന്. എന്നിട്ട് അതിൽ ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. അതല്ല ഞാൻ പറഞ്ഞത് കളവാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ. എന്താ ഇതിൽ പറയുന്നത്? അന്നഹു തആല യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. കൈഫ ശാഅ, അല്ലാഹു ഉദ്ദേശിക്കും പോലെ, ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. വകമാ ശാഅ, അവൻ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ. ഫയഗ്ഫിറു ലിമൻ അദ്നബ വഅസ്തഅ, തെറ്റ് ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കും. വഅജ്റമ, കുറ്റം ചെയ്ത ആളുകൾക്ക്. വഅസാ, ധിക്കരിച്ച ആളുകൾക്ക്. ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വയശാഉ, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് അവൻ പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ലാ ബിമഅന നുസൂലിർ റഹ്മതി വസവാബിഹി. എന്നാൽ ഈ ഹദീസ് പറയുമ്പോ അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹ് ഇറങ്ങും എന്ന് പറയുമ്പോ ചിലര് പറയും എന്ത്? അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്, അള്ളാന്റെ കൂലി ഇറങ്ങുന്നതാണ്, അള്ളാഹ് പ്രതിഫലം തരുന്നതാണ്, അള്ളാഹ് ദുആ കേൾക്കുന്നതാണ് എന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കും. അതുപോലെ അല്ല. ആരാ വ്യാഖ്യാനിക്കുന്നത്? വഹാബികൾ വ്യാഖ്യാനിക്കുമെന്നാണോ? പിഴച്ച ആളുകൾ വ്യാഖ്യാനിക്കുമെന്നാണോ? ആരാ വ്യാഖ്യാനിക്കുന്നത്? ശൈഖ് ജീലാനി പറയുന്നു, അലാ മദ്ദഅതുൽ മുഅ്തസില വൽ അശ്അരിയ. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും വാദിക്കും പോലെ.